പാല സെന്റ് തോമസ് കോളേജ് സുവോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കടുവ ദിനാചരണവും 2026-27 അധ്യയന വർഷത്തെ സുവോളജി അസോസിയേഷന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കടുവകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോൺ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ കടലിൽ പല പ്രാവശ്യം കാട്ടിൽ 10 താഴെ തവണ കണ്ടിട്ടുണ്ട്. അത് വളരെ ഫ്യൂ മീറ്റേഴ്സിനുള്ളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ബോട്ടിൽ പോകുമ്പോൾ പെരിയാർ മോസ്റ്റ് ഓഫ് മൈ എക്സ്പീരിയൻസ് പെരിയാർ ബോട്ടിൽ പോകുമ്പോൾ ഇവൻ ഡാം ക്രോസ് ചെയ്യണം, നീന്തി ക്രോസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ബോട്ടും കൊണ്ട് ചെയ്യുന്നു. ഇവന് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് സ്വിമ്മിംഗ് ത്രൂ ദ റിസർവോയർ. ഇറ്റ് കാൻ ഡു എനിത്തിങ്. ഓൺലി തിങ് ഇറ്റ് ക്യാൻ ഡു ഇസ് ദാറ്റ് swim as fast as it can. തുടർന്ന് ഇന്ത്യയിലെ കടുവ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. രാജ്യത്തെ കടുവ സംരക്ഷണ പദ്ധതികൾ, കടുവകൾ നേരിടുന്ന വെല്ലുവിളികൾ, വന്യജീവി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വഹിക്കാനാകുന്ന പങ്ക് എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടോജി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ, കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പൊൻകുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഹരിലാൽ കെ, സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയേഷ് ആന്റണി, സുവോളജി അസോസിയേഷൻ പ്രസിഡന്റ് നിതിൻ ഹാൻസൽ, വൈസ് പ്രസിഡന്റ് ചിപ്പി രഘുനാഥ്, ഡോക്ടർ ജയേഷ് പി എന്നിവർ പങ്കെടുത്തു. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്തു.